ഇന്ന് നമുക്ക് കേരച്ചൂരയുടെ തല കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ ചന്തയിൽ പോയപ്പോൾ 1.5 കിലോ അവിടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ ഒരു തലക്കറി ഉണ്ടാക്കി കാണിക്കാം. ആദ്യം നമ്മൾ അടുപ്പിനകത്ത് ചട്ടി വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, ചതച്ച വെളുത്തുള്ളി ഇത് രണ്ടും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വരുന്ന രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന അരപ്പ് ഇതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വറുത്ത ഉലുവ, കുരുമുളക്, ചുവന്നുള്ളി ഇതൊക്കെ വെച്ച് അരച്ചെടുത്ത അരപ്പാണിത്. ഇത് നമുക്ക് ഈ വഴറ്റിയതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണം. ഈ അരപ്പിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്നത്. ഈ എണ്ണയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആ പച്ച ചുവ മാറും. അങ്ങനെ വേണ്ട നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ പുളി അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റൊക്കെ അല്ലേ, പുളി ഇഷ്ടമുള്ള അത്രയും കുടംപുളി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അങ്ങനെയാണ് നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ തിളച്ച അരപ്പിനകത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻതലയുടെ പീസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ മീൻതലയുടെ പീസ് ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇന്ന് കണ്ട ഞങ്ങൾ കപ്പ വേവിച്ചതും തലക്കറിയും കൂടാണ് കഴിക്കാൻ പോകുന്നത്. ഈ ഒരു കോംബോ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. കപ്പയും തലക്കറിയും ഇഷ്ടമില്ലാത്ത മലയാളികൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ. നമ്മുടെ ഒരു ദേശീയ ഭക്ഷണം തന്നെ ഇതാണല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.